നമുക്ക് ഇന്നൊരു ഇഞ്ചിക്കറി വെച്ചാലോ? അപ്പം ഞാൻ ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിക്കാമേ. എണ്ണ മീൻസ് വെളിച്ചെണ്ണയെ ഇതിന് യൂസ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്യാം. ഇഞ്ചി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് മൊരിഞ്ഞിട്ടണം. മൊരിയുന്നിടം വരെ നമുക്കിത് വറുത്തെടുക്കാം. പകുതിയോളം മൊരിഞ്ഞ് വന്നിട്ടിട്ട് ഇനി നമുക്ക് കൊച്ചുള്ളി ആഡ് ചെയ്യാമേ. കൊച്ചുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ്. അതിൻ്റെ കൂടെ നമുക്ക് തിരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ, ഒരു മുറി ചേർത്തോളം ഞാൻ തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് ഇളക്കി ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. തേങ്ങയും കൊച്ചുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞ് വരണം. പച്ചമുളക് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല, പച്ചമുളകും ചേർക്കാവുന്നതാണ്. ഇത് നന്നായി ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുക. അപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഇനി ഓഫ് ചെയ്യാമേ. എന്നിട്ട് ഇത് ആറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം തൊടാതെ മിക്സിയിൽ ഇത് അരച്ചെടുക്കാം. അത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാമേ. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി കടുക് ഇറക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇടാം. എണ്ണ ചൂടായി, ഇനി നമുക്ക് കടുക് ചേർക്കാം. ഇനി നമുക്ക് വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, മുളക് പൊടി ആഡ് ചെയ്യാം, മല്ലിപ്പൊടി ആഡ് ചെയ്യാം, കായപ്പൊടി ആഡ് ചെയ്യാം, ഉലുവ പൊടിച്ചതും ആഡ് ചെയ്യാം. പൊടിയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ ഞാൻ പിഴിപുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതവിടെ ഇരുന്ന് പറ്റട്ടെ, കുറച്ച് നേരം ഇരുന്ന് പറ്റും. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാമേ. അപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇത് പറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.